നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതയാത്രയിൽ താങ്ങാൻ ആളില്ലെങ്കിലും തളർത്താൻ ഏറെ പേരുണ്ടാകും. എങ്കിലും പ്രതീക്ഷകൾ കൈവിടാതെ സത്യത്തെ മുറുകെ പിടിച്ച് യാത്ര തുടരുക നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്. ഈ ചെറിയ ജീവിതത്തിലെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ് മറ്റൊരാളുടെ ഹൃദയത്തിൽ ജീവിക്കുക എന്നത്. അപ്രകാരം ഒരാളുടെയല്ല, ഓരോ മലയാളികളുടെയും ഹൃദയത്തിൽ ജീവിക്കുന്ന ശ്രീകുമാരൻ തമ്പിസാറിന്റെ ചില ജീവിത അനുഭവ കഥകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊള്ളട്ടെ. മലയാളികൾക്ക് പാട്ടിന്റെ പാലാഴി സമ്മാനിച്ച വയലാർ, പി ഭാസ്കരൻ, ONV കുറുപ്പ്, ശ്രീകുമാരൻ തമ്പി, യൂസഫ് അലി കേച്ചേരി, മങ്കമ്പു ഗോപാലകൃഷ്ണൻ, ബിച്ചു തിരുമല, പൂവച്ചൽ ഖാദർ തുടങ്ങിയ മഹാരഥന്മാരിൽ 6 പേർ എന്നേക്കുമായി നമ്മെ വിട്ടുപോയെങ്കിലും തന്റെ സർഗസൃഷ്ടി കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കവിയാണ് ഇന്നും നമ്മോടൊപ്പമുള്ള ശ്രീകുമാരൻ തമ്പി. മലയാളത്തിന്റെ പുണ്യം, മഹാപ്രതിഭ, തന്റെ കലാവൈഭവം കൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ച കലാകാരൻ ശ്രീകുമാരൻ തമ്പി ഇന്നും ഒരു അത്ഭുതമാണ്. മലയാളത്തിന് കിട്ടിയ വരദാനം. 85 വർഷം പിന്നിട്ട തന്റെ ജീവിതം, പ്രായമെന്നത് കേവലം ഒരക്കമാണെന്ന് തന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സൃഷ്ടിയിലൂടെയും ഇന്നും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്രാസിൽ ഞാൻ RK ലോഡ്ജിൽ താമസിക്കുമ്പോൾ എന്റെ മുറിയുടെ എതിർവശത്തുള്ള മുറിയിൽ താമസിച്ചിരുന്ന ആളായിരുന്നു സദാനന്ദൻ ചേട്ടൻ. അദ്ദേഹം ശ്രീകുമാരൻ തമ്പിസാറിന്റെ മാനേജറായിരുന്നു. ഞങ്ങളോടൊന്നും അദ്ദേഹം കൂടുതൽ സംസാരിക്കാറില്ല. ഒരു ദിവസം രാവിലെ സദാനന്ദൻ ചേട്ടൻ എന്റെ മുറിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം പറയുന്നു, തമ്പിയുടെ ഒരു പടമുണ്ട്, ആക്രമണം. ജയന്റെ വോയിസ് എടുത്തിട്ടില്ല, നിങ്ങൾ വന്നൊന്ന് ഡബ് ചെയ്തു തരണം. കൂടുതൽ പണമൊന്നും ചോദിക്കരുത്. തമ്പിയുടെ അടുത്ത പടത്തിൽ നിങ്ങൾക്കൊരു വേഷമുണ്ടാകും. ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുത്തു. കാരണം ഞാൻ തമ്പിസാറിന്റെ വലിയൊരു ആരാധകനായിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ എന്നോർത്ത് സന്തോഷിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആക്രമണം എന്ന ചിത്രത്തിൽ ജയന് വേണ്ടി ശബ്ദം കൊടുത്തത് ഞാനായിരുന്നു. അതിനുശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് സദാനന്ദൻ ചേട്ടൻ വീണ്ടും വന്ന് പറയുന്നു, തമ്പിയുടെ അരിക്കാരി അമ്മു എന്ന ചിത്രം കൊല്ലത്ത് ആരംഭിക്കുകയാണ്, അതിൽ നിങ്ങൾക്കൊരു വേഷമുണ്ട്, വന്ന് അഭിനയിക്കണമെന്ന്. അങ്ങനെ തമ്പിസാറിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. അദ്ദേഹം അന്ന് എന്നോട് കൂടുതലും ചോദിച്ചിരുന്നത് സംവിധായകൻ ഫാസിലിനെ കുറിച്ചും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിന്റെ വിജയത്തെക്കുറിച്ചുമൊക്കെയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആയ OS ഗിരീഷ് എന്നോടൊപ്പം എന്റെ മുറിയിൽ 1 വർഷക്കാലത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തമ്പിസാറിന്റെ സിനിമാ വിശേഷങ്ങളൊക്കെ അപ്പോഴപ്പോൾ അറിയാൻ കഴിയുമായിരുന്നു. പ്രേം നസീർ കഴിഞ്ഞാൽ സിനിമയിൽ മിസ്റ്റർ ക്ലീൻ എന്ന രണ്ടാമതൊരാളുണ്ടെങ്കിൽ അത് തമ്പിസാറാണെന്ന് നിസ്സംശയം പറയാം. മദ്യപാനം, പുകവലി സിനിമക്കാരിൽ സാധാരണ കണ്ടുവരുന്ന മറ്റ് ദൗർബല്യങ്ങൾ ഒന്നും തന്നെയില്ല. ഇന്നത്തെ പോലെ ഒരു വിവാദത്തിലും പെട്ടിട്ടില്ല. മീറ്റു ഇല്ല, മയക്കുമരുന്നില്ല, മദ്യപിച്ച് ബഹളമുണ്ടാക്കിയിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, പരദൂഷണമില്ല, കുതികാൽ വെട്ടില്ല, കൂട്ടിക്കൊടുപ്പില്ല. ഇതുകൊണ്ടൊക്കെയാകാം ഏത് കൊലകൊമ്പന്റെ മുൻപിലും നിവർന്നു നിന്ന് അനീതിക്കെതിരെ നിർഭയനായി ശബ്ദമുയർത്താൻ കഴിയുന്നത്. ഇത് പലരെയും അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ധിക്കാരി എന്നും അഹങ്കാരി എന്നും അവർ പേര് ചാർത്തി കൊടുത്തിട്ടുമുണ്ട്. ചിലർ തമാശ രൂപേണ പറയാറുണ്ട്, മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത്, അതുകൊണ്ടാണ് മീനമാസത്തിലെ ചൂട് അദ്ദേഹത്തിനുള്ളതെന്ന്. മെരിലാൻഡിന്റെ കാട്ടുമല്ലിക, പ്രിയതമ എന്നീ ചിത്രങ്ങളിലൂടെ ഗാനരചയിതാവായി കടന്നു വന്നുവെങ്കിലും തമ്പിസാറിന് ആ ചിത്രത്തിലെ പാട്ടുകളിലൂടെ വലിയ പ്രശസ്തി നേടാൻ പറ്റിയില്ല. എന്നാൽ അതിനുശേഷം വന്ന ചിത്രമേള എന്ന ഒരു പരീക്ഷണ സിനിമ, അതായത് 3 ചെറിയ ചിത്രങ്ങൾ ചേർന്ന ഒരു വലിയ സിനിമ, അതിലെ 3ാമത്തെ സിനിമയായിരുന്നു തമ്പിസാർ രചിച്ച അപസ്വരങ്ങൾ എന്ന സിനിമ. ആ ചിത്രം ഒരു റൊമാൻറ്റിക് ട്രാജഡി മൂവിയായിരുന്നു. പ്രേം നസീറും ശാരദയുമായിരുന്നു അതിലെ നായിക നായകന്മാർ. ചിത്രമേള എന്ന സിനിമ ഒരു വൻ പരാജയമായിരുന്നു എങ്കിലും അത്ഭുതം എന്ന് പറയട്ടെ, അതിലെ 8 പാട്ടുകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റുകൾ. ചെറുപ്പകാലത്ത് ഇതിലെ എല്ലാ പാട്ടുകളും ഞാൻ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാനിപ്പോൾ വലിയ പാട്ടുകാരനല്ലെങ്കിലും അതൊന്ന് മോളിക്കോട്ടെ. പാടുവാൻ മോഹം, ആടുവാൻ മോഹം, പാടിത്തുടങ്ങാൻ പദങ്ങളില്ല, ആടിത്തുടങ്ങാൻ ചുവടുകളില്ല. നീ എവിടെ
നിന്നിഴലെവിടെ, നിന്നിൽ കാലം നട്ടു വളർത്തിയ നിശബ്ദമോഹങ്ങളെവിടെ. പാടിയതിൽ ക്ഷമിക്കുക എന്ന് തുടങ്ങി 8 പാട്ടുകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായിരുന്നു, ഒന്നിനൊന്നിന് മെച്ചം. ആ 8 പാട്ടുകളും ചേർന്ന് തമ്പിസാറിന്റെ ഒരു പുതുയുഗത്തിന് തുടക്കം കുറിച്ചു. അതേ തുടർന്ന് മലയാള മനസ്സിനെ കീഴടക്കിയ മനോഹരമായ എത്രയെത്ര ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സിനിമാ ഗാനങ്ങളുടെ ചർച്ചകളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, തമ്പിസാറിന്റെ ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ എന്ന പാട്ടിൽ ഒരു വലിയ തെറ്റുണ്ടെന്ന്. 1000 സങ്കൽപ്പങ്ങൾ തേരുകൾ തീർത്തരാവിൽ അർജുനനായി ഞാൻ, അവൾ ഉത്തരയായി. അത് കഴിഞ്ഞ ആട്ടവിളക്കണഞ്ഞുപോയി, എത്ര അജ്ഞാതവാസമിന്നും തുടരുന്നു ഞാൻ. സോറി, ശ്രുതിയും താളമൊക്കെ പോയിട്ടുണ്ട്, ക്ഷമിക്കുക. ഉത്തര അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ ഭാര്യയാണ്. എന്നാൽ ഈ പാട്ടിൽ അർജുനനും ഉത്തരയുമായിട്ടുള്ള പ്രണയമാണ് പറയുന്നത്. അത് തമ്പിസാറിന് പറ്റിയ വലിയൊരു തെറ്റല്ലേ എന്ന് പലരും ചോദിച്ചു. ഈ ചോദ്യം പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വന്നപ്പോൾ അത് തമ്പിസാറിന്റെ ശ്രദ്ധയിലും പെട്ടു. അദ്ദേഹം അതിന് കൃത്യമായ മറുപടിയും കൊടുത്തു. ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന സിനിമയിലെ പാട്ടാണിത്. പ്രേം നസീർ അതിൽ ഒരു CID ഓഫീസറാണ്. അദ്ദേഹത്തോട് പ്രണയാഭ്യർത്ഥന നടത്തുന്ന ഒരു നേഴ്സ് കഥാപാത്രം. അവൾക്ക് ഉത്തരയാകാനാണ് മോഹം. എന്നാൽ ഞാൻ സ്വയംവരത്തിന് വന്ന അഭിമന്യുവല്ല. എന്നാൽ എനിക്ക് പോരിൽ ജയിച്ച അർജുനനെ പോലെ മടങ്ങാനാണ് ആഗ്രഹം. അതുകൊണ്ടാണ് അർജുനനായി അവൾ ഉത്തരയായി എന്ന് അർത്ഥഗർഭമായി പ്രയോഗിച്ചത്. CID ഓഫീസർ ആയതുകൊണ്ടാണ് അജ്ഞാതവാസം ഇന്നും തുടരുന്നു എന്ന് വന്നത്. ഇത് സിനിമയിലെ കഥയുടെ ഗതി അനുസരിച്ച് എഴുതിയ പാട്ടാണ്. ഈ വിശദീകരണത്തോടെ തർക്കങ്ങൾ കെട്ടടങ്ങി. പല പാട്ടുകളും തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 6 വർഷം നീണ്ടുനിന്ന ഒരു പ്രണയമുണ്ടായിരുന്നു. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതുമായിരുന്നു. എന്നാൽ അവർ മറ്റൊരാളെ വിവാഹം കഴിച്ചു പോയി. ഞാൻ അവരെ ഒരിക്കലും ശപിച്ചിട്ടില്ല. അവരെ ഓർത്തുകൊണ്ട് എഴുതിയ പാട്ടാണ് മംഗളം നേരുന്നു ഞാൻ മനസ്സിനി, മംഗളം നേരുന്നു ഞാൻ. ബോറടിപ്പിക്കുന്നില്ല, ബാക്കി പറയാം. അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവനിൽ പിരിഞ്ഞു പോയി നീ, എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. പ്രണയമെന്താണെന്നും വിരഹമെന്താണെന്നും അനുഭവിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് സന്ദർഭോചിതമായി ഹൃദയം ഒരു ക്ഷേത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ഈ പാട്ടെഴുതുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പ്രണയിച്ചത് പ്രശസ്ത നാടക നടനായ വൈക്കം മണിയുടെ മകളെയാണ്. അവരെ വിവാഹം കഴിച്ച് പ്രണയ സാഫല്യവും നേടി. ഈ അനുഭവങ്ങളാണ് പ്രണയഗാനങ്ങൾ എഴുതുവാൻ പ്രചോദനമായത്. തന്റെ ചന്ദ്രകാന്തം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിൽ ജയഭാരതിയുമായിട്ടുണ്ടായ വഴക്ക് സിനിമക്കാരുടെ ഇടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അവർ കൊടുക്കാൻ കൊടുത്ത ഒരു പാവാട അതവർ ഉടുക്കില്ലെന്നും കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു പാവാട അവർക്ക് നൽകണമെന്നും അവർ ശാഠ്യം പിടിച്ചു. അന്ന് ജയഭാരതിക്ക് അറിയില്ലല്ലോ തമ്പിസാറിന്റെ ശരിക്കുള്ള സ്വഭാവം. തമ്പിസാർ പറയുന്നു, എന്റെ കഥാപാത്രം ഈ പാവാടയാണ് ഉടുക്കേണ്ടതെന്ന്. ഈ പാവാട ഉടുക്കില്ലെന്ന് ജയഭാരതി. തർക്കം മൂത്തു. രണ്ടുപേരും വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല. വിവരമറിഞ്ഞ ജയഭാരതിയുടെ ഭർത്താവ് ഹരി പോത്തൻ ഇടപെടുന്നു. വഴക്ക് വേറൊരു തലത്തിലേക്ക് തിരിയുന്നു. നിന്റെ കൈ ഞാൻ വെട്ടുമടാ എന്ന് ഹരി പോത്തൻ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ വെട്ടടാ എന്ന് ശ്രീകുമാരൻ തമ്പി. രണ്ടും കൽപ്പിച്ചു നിന്ന തമ്പിസാറിന്റെ മുൻപിൽ ഹരി പോത്തന് ഒടുവിൽ ക്ഷമാപണം നടത്തേണ്ടി വന്നു. മറ്റൊരു സംഭവം തമ്പിസാർ പറയുന്നത്, ഒരു പ്രശസ്ത ഗായികയുടെ മകൾ തമ്പിസാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ വന്നു. ഒരു സീനിൽ ആ കഥാപാത്രം ചാണകം വാരേണ്ടതായിട്ടുണ്ട്. കഥാപാത്രം ചാണകം വാരേണ്ട സീനിൽ അവർ പറഞ്ഞു, ഞാൻ ചാണകം വാരില്ല എന്ന്. ഞാൻ പ്രശസ്ത പാട്ടുകാരിയുടെ മകളാണെന്നും എനിക്ക് ചാണകം വാരാൻ പറ്റില്ലെന്നും അവർ തറപ്പിച്ചു പറഞ്ഞു. നല്ല ആളിനോടായിരുന്നു അവരുടെ കളി. തമ്പിസാർ പറയുന്നു, പ്രശസ്ത ഗായികയുടെ മകളൊക്കെ അങ്ങ് വീട്ടിൽ, ഇവിടെ ഈ കഥാപാത്രം ചാണകം വാരിയേ തീരുവെന്ന്. അവർ അതിന് വഴങ്ങില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ എന്നാൽ വേഗം സ്ഥലം കാലിയാക്കാൻ തമ്പിസാർ നിർദ്ദേശിച്ചു. ആ കഥാപാത്രത്തിന് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത തമ്പിസാർ അവരെ ഒഴിവാക്കി ആ ഭാഗം മറ്റൊരു നടിയെ വെച്ച് അഭിനയിപ്പിച്ചു. തമ്പിസാറിന്റെ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതിക്കൊണ്ട് വയലാർ പറഞ്ഞത്, ഈ കവിയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ്. എന്നാൽ കേരള സാഹിത്യ അക്കാദമി അവർ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം ഒരു പാട്ടെഴുതി കൊടുത്തപ്പോൾ അവർ അത് തിരസ്കരിച്ചുകൊണ്ട്
അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ഉണ്ടായത്. അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് വലിയ അമർഷവും വേദനയും ഉണ്ടാക്കി എന്നുള്ളതും സത്യമാണ്. മലയാള സിനിമയ്ക്ക് 3000-ലേറെ ഗാനങ്ങളും 30ഓളം സിനിമകളും 78ഓളം തിരക്കഥകളും 6 ടെലിവിഷൻ സീരിയലുകളും കൂടാതെ നോവലുകളും കവിതാ സമാഹാരങ്ങളുമൊക്കെ മലയാളികൾക്ക് സംഭാവന നൽകിയ ഈ മഹാവ്യക്തിത്വത്തെ പലയിടങ്ങളിലും അവഗണിച്ച് അർഹിക്കുന്ന അംഗീകാരങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. അതിനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന്റെ നട്ടെല്ല് വളയ്ക്കാതുള്ള പ്രതികരണ ശേഷിയും വിഷയങ്ങളോടുള്ള നിലപാടും വ്യക്തിത്വവുമാണ്. ഇത് പലരെയും അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കുറച്ചു വൈകിയാണെങ്കിലും 2017 കേരള ഗവൺമെന്റ് അദ്ദേഹത്തിന് ഏറ്റവും ഉന്നത ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം കൊടുത്ത് ആദരിച്ചു. അത് അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ അമൂല്യ സംഭാവനകൾക്കായിരുന്നു. അവാർഡുകളും ആദരവുകളും ഒക്കെ ഏറ്റുവാങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു നീറുന്ന വേദനയുണ്ട്. തന്റെ പ്രിയപ്പെട്ട മകന്റെ വേർപാട് ഏതു വലിയ നേട്ടവും അവന്റെ നഷ്ടത്തിന്റെ മുൻപിൽ ഒന്നുമല്ല എന്ന് അദ്ദേഹം വേദനയോട് പറയുന്നു. മകന്റെ വേർപാടിൽ അതീവ ദുഃഖിതനായ ആ പിതാവ് ഒരിക്കൽ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു. തമ്പിസാറിന് ഒരു അമ്മാവനുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ഗരുഡ ഭക്തനായിരുന്നു. എന്നും ഗരുഡനെ ഉപാസിച്ചു കഴിഞ്ഞിരുന്ന ആ അമ്മാവന് തമ്പിസാർ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. ജീവിതം അവസാനിപ്പിക്കുക എന്ന കടുത്ത തീരുമാനത്തിലെത്തുന്ന ആ ദിവസം അത്ഭുതമെന്ന് പറയട്ടെ, തന്റെ മുറിയിൽ ഒരു ഗരുഡൻ എവിടെ നിന്നോ പറന്നു വന്നിരുന്നു. ഇത് കണ്ട തമ്പിസാർ ആശ്ചര്യപ്പെട്ടു. തന്റെ അമ്മാവന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്തിട്ടും അത് പോകുന്നില്ല. ഒടുവിൽ 4-5 പേർ വന്ന് അതിനെ ഒരു തുണിയിട്ട് മൂടിപ്പിടിച്ച് ടെറസിൽ കൊണ്ടുവച്ചു. എന്നാൽ കുറച്ചു നേരം അത് അവിടെ ഇരുന്ന ശേഷം വിദൂരതയിലേക്ക് പറന്നകന്നു. തമ്പിസാർ പറയുന്നു, തന്റെ സഹോദരിയുടെ മരണത്തിന് മുൻപ് അവിടെയും ഒരു ഗരുഡൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നവരുമുണ്ടാകാം, വിശ്വസിക്കാത്തവരുമുണ്ടാകാം. പക്ഷേ ഞാൻ നേരിൽ കണ്ട കാര്യം എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കാൻ കാരണം ഈ സംഭവം മാത്രമാണ്. കാരണം എന്തുമാകട്ടെ, അദ്ദേഹം മറ്റൊരു കടുത്ത തീരുമാനത്തിലോട്ട് പോയില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. പുറത്തു നിന്ന് നോക്കുന്നവർക്കറിയില്ല നമ്മുടെ ഉള്ളിലെ സങ്കടം. മനസ്സിലൊരു കടൽ തിരയടിക്കുന്നുണ്ടെന്ന്. ഇനി അറിയാമെങ്കിലും അറിയില്ലെന്ന് നടിക്കുന്നതാണ് ഈ ലോകം. നമ്മുടെ ഹൃദയം പറയുന്നത് പലപ്പോഴും കേൾക്കുന്നത് കണ്ണുകളാണ്. അതുകൊണ്ടല്ലേ ഹൃദയം നോവുമ്പോൾ കണ്ണ് നിറയുന്നത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.